എന്തായാലും മതി. ആ. ആ ഇടപെട്ട എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാന് ബാപ്പുത്തങ്ങള് കാളികാവ് മാളിയേക്കലാണ് സ്വദേശം. വളരെ യാദൃശികമായിട്ട് എല്ലാരെയും പോലെ തന്നെ ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഞാനും ഇതിലേക്ക് കടന്നു വന്നത്. വലിയഫിലേക്ക് വരുന്നത് എൻ്റെ മകൻ, ഇന്ന് അദ്ദേഹം ZTC ആണ്. അദ്ദേഹത്തിന്റെ മൂത്രക്കല്ലുമായി ബന്ധപ്പെട്ട് ഒരു മരുന്ന് തിരയുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ഖാലിദ് ബാക്കവി ഏമങ്കാട് എന്നെ ഇത് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഇതിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലേക്ക് ഈ മണിച്ചേരൊക്കെ പൊട്ടിപ്പൊളയുന്ന സമയമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തി. അത് പാടില്ല, പറ്റൂല, അതൊക്കെ വളരെ മോശമാണ്. നമ്മൾ ഈ തലീക്കൊട്ടും കെട്ടി ആളുകളുടെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ ഇത്തരം മേഖലയിൽ നിന്ന് പോകരുത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ ഉപദേശിക്കാൻ ശ്രമിച്ചു. എന്റെ ശിഷ്യനാണ് ഖാലിദ് ബാക്കവി. അപ്പോ ആധികാരികമായ ആ അധികാരം വെച്ചുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. അപ്പൊ അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചെങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല. അപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾക്ക് അവിടെ ചികിത്സ ഉള്ളതല്ലേ, ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ഇതിൽ, മൂത്രക്കല്ലിനൊക്കെ നല്ല സാധനം ഉണ്ട് ഇതിൽ. അപ്പൊ ഞാൻ മൂത്രക്കല്ലും മരുന്ന് തെരഞ്ഞു കൊടുക്കുന്ന സമയമാണല്ലോ. അപ്പോ അത് എൻ്റെ മനസ്സിൽ ഒരു കൊളത്ത് വീണു, ആ ഒരു വാക്ക്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്നാൽ നമുക്കത് നോക്കാം എന്ന് പറഞ്ഞ് മോന് മൂത്രക്കല്ലുമായി ബന്ധപ്പെട്ട് ഫ്ലഷ് ടാബ്ലറ്റും ലിക്വിഡും വാങ്ങി. അന്ന് 1800 രൂപയ്ക്കായിട്ടാണ് ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് പ്രവേശിച്ചത്. ഒരു 10 ദിവസം കഴിച്ചപ്പോൾ മോന് നല്ല റാഹത്ത്, വേദനയൊക്കെ കുറഞ്ഞു. കല്ല് പോയതൊന്നും അറിഞ്ഞില്ല, പക്ഷെ എന്നിരുന്നാലും വേദനയൊക്കെ ശമിച്ച്. അപ്പൊ ഈ ലീഡർമാരിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ സ്ഥിരമായിട്ട് സൂമിൽ കയറാൻ വേണ്ടി ഉമർ ഉസ്താദൊക്കെ നിർബന്ധിച്ചപ്പോൾ ഇതിന് ക്ലാസ്സുകൾ കേൾക്കൽ തുടങ്ങി. ക്ലാസ്സുകൾ കേൾക്കൽ തുടങ്ങിയപ്പോൾ ഇതിന്റെ പ്ലാൻ കേട്ടു, വരുമാനം കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ഇത് പ്രശ്നമായി തോന്നി. കാരണം ഇത് എന്തോ ഒരു മണിച്ചെയിനാണിത്, ഭയങ്കര വിഷയമാണ്. സാധാരണഗതിയിൽ ഉസ്താദ് മദ്രസ പ്രസിഡന്റാണ്. മദ്രസയിലെ ഒരേ സ്ഥാപനത്തിൽ 18 കൊല്ലം സ്വതറായിട്ടുള്ള ഒരാളാണ്. നാട്ടിലെല്ലാ നിലക്കും ദ്വാരക്കാൻ വിളിക്കുന്ന തങ്ങള്, മഹല്ല് കമ്മിറ്റിയുടെ അംഗം, അതുപോലെ തന്നെ പ്രാസ്ഥാനികമായിട്ട് രാഷ്ട്രീയമായിട്ടൊക്കെ തലപ്പത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഒന്ന് പ്രസംഗിക്കാൻ പറ്റെങ്കിൽ എല്ലായിടത്തും മുന്നിൽ വലിച്ചിട്ട് അങ്ങനെയുണ്ടല്ലോ, നേതൃത്വം തരുന്ന സ്വഭാവം നാട്ടുകാർക്ക് ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികം ഞാൻ എല്ലാത്തിലും ഉണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ തലപ്പത്ത് നിൽക്കുന്ന ഒരാള് ഇത്തരം മേഖലയിലേക്ക് പോയി പെട്ടാൽ എന്താകുമോ എന്നൊരു പേടി എന്നെ വല്ലാതെ അലട്ടി. അങ്ങനെ ഞാൻ വീണ്ടും സൈലന്റ് ആയി. അങ്ങനെ ഏകദേശം 1.5 മാസത്തോളം ഞാനിത് പഠിക്കാൻ വേണ്ടി തന്നെ സമയം ചെലവഴിച്ചു. ഇത് നിയമപരമാണെന്ന് നോക്കാൻ നമ്മളെ പ്ലാൻ എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവും, അതിലുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇത് മതപരമാണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കുറെ താമസം വന്നു. കാരണം ഉസ്താദിനൊക്കെ വന്നിട്ടുണ്ടാവും സംഗതി. കാരണം നമ്മളൊക്കെ ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അങ്ങനെ ഒരു പിന്നെ വല്ലാതെ അന്വേഷിക്കും. അങ്ങനെ ഇത് മതപരമായിട്ട് കുഴപ്പമില്ലാതെ മനസ്സിലായപ്പോൾ, നിയമപരമായിട്ട് സർക്കാരുകൾ അംഗീകരിക്കുന്നതാണ് എന്ന് മനസ്സിലായപ്പോൾ, ആയുഷ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും ഇതേ പ്രൊഡക്റ്റുകളെ കുറിച്ചും അങ്ങനെ മൊത്തം ആ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഇറങ്ങി പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോ അൽഹംദുലില്ലാ ഇന്ന് STC ലെവലിൽ നിൽക്കുന്നു. STC പകുതി ആയിട്ടുണ്ട്. ഏകദേശം 40,000 BV ആ 40 ലക്ഷം BV ആ അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. RTCയുടെ പകുതി ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ സാഹചര്യം. അതാണ് ഇപ്പൊ എൻ്റെ സ്റ്റാറ്റസ്, അങ്ങനെയാണ് കിടക്കുന്നത്. ചെറിയ ടീമൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാ റാഹത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇത് നമുക്ക് പരിചയമുള്ള ഒരു മേഖലയല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഞാനൊന്നൊരു കച്ചവടം, കടല കച്ചവടം കൂടി ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരാളൊന്നും അല്ല. സ്വാഭാവികമായിട്ട് ഇതിൽ വന്നതിന് ശേഷമാണ് കച്ചവടം ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ സാധാരണ കച്ചവടം കൈകാര്യം ചെയ്യുന്ന പോലെ ചെയ്താൽ പോരാ. ഇവിടെ കുറച്ച് അധ്വാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കഠിനാധ്വാനികളാണ് പൊതുവെ വിജയിക്കുക. നമുക്ക് പല ആളുകൾക്കും ആവശ്യങ്ങളുണ്ട്, സമ്പത്ത് ആവശ്യമുള്ളവരുണ്ട്, കാരണം കടമുണ്ട്, പലർക്കും വീട് ആവശ്യമുള്ളവരുണ്ട്, വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടാവും. എന്നാൽ അതിനനുസരിച്ച് വരുമാനം നമുക്കില്ലാത്ത സാഹചര്യമുണ്ട്. അപ്പൊ നാം എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് സാധാരണ ചെയ്യുന്ന കച്ചവടം കൊണ്ട്, അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന ജോലി കൊണ്ട്, എന്തെങ്കിലും ഏർപ്പാട് കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഇതൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല. അങ്ങനത്തെ സാഹചര്യമല്ലല്ലോ ഇപ്പോൾ. കാരണം വരുമാനം പണിയെടുത്താൽ അല്ലെങ്കിൽ മാസ ശമ്പളത്തിന് ജോലി ചെയ്താൽ എന്താണ് ഒരാൾക്ക് കിട്ടാൻ പോവുക? അതും കിട്ടൂല. എന്നാൽ ഈ ഒരു മേഖല അങ്ങനെയല്ല. നാം ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാനും നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനും സ്വപ്ന ഭവനം നിർമ്മിക്കാനും അതുപോലെ തന്നെ നമുക്ക് വാഹനങ്ങൾ വാങ്ങാനും ഒക്കെ പറ്റുന്ന ഒരു മേഖലയാണെന്ന് നമ്മുടെ മുൻഗാമികളായ അല്ലെങ്കിൽ നമ്മളെ മുന്നേ വന്ന
അല്ലെങ്കിൽ മുകളിലുള്ള ലീഡേഴ്സ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പഠിപ്പിച്ചെല്ലാം കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് ലിങ്ക് വിട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും വിട്ടിട്ടുണ്ടാവും അത്. അദ്ദേഹത്തിന്റെ കീഴെ വന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ കൂടെ വന്ന ആളുകളൊക്കെ വാഹനം വാങ്ങിയതുമായി ബന്ധപ്പെട്ട ലിങ്കിന്റെ ഒരു കോമ്പൽ ഉണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് ഇന്നലെ വിട്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥ, ആ ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ആ ലിങ്കുകൾ കണ്ടു കഴിഞ്ഞാൽ ഓരോ ആളുകളും വാഹനങ്ങൾ കൈപ്പറ്റിയതും മറ്റൊക്കെ കണ്ടല്ലോ. എൻ്റെ ഒരു അതിൽ മൂന്നാമത്തെ ലിങ്ക് എൻ്റെതാ. ഞാനൊരു കാർ അച്ചീവർ ആയതുകൊണ്ട് അപ്പൊ എൻ്റെ ഒരു ഫോട്ടോ കാര്യങ്ങൾ വന്ന്, മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഇതിന്റെ ഒരു മേന്മയാണ്, ഈ ഒരു ബിസിനസിന്റെ ഒരു മേഖലയുടെ. എന്നാൽ പല ലീഡേഴ്സും എനിക്കില്ലല്ലോ, ഞാൻ കുറെ കാലമല്ല ഇത് വന്നിട്ട്, എനിക്കൊന്നും കിട്ടില്ല, ഞാനന്ന് അപ്പൊ എന്താ, ഇവര് വന്നു, ഐഡി അടിച്ചു, ഒരു 5000 സാധനം വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് സാധനം വാങ്ങിയിട്ട് അത് ഉപയോഗിച്ചു, അത് തീർത്ത് പിന്നെ എങ്ങനെ മൂലക്ക് ഇരുന്നിട്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ ഒരു കഫനിൽ വാങ്ങും, ഒരു പേസ്റ്റ് വാങ്ങും, ഇങ്ങനെ കൊണ്ടുപോയി സ്വാഭാവികമായിട്ടും ഇടപെടുന്നുണ്ടോ? ഇല്ല. എന്നാൽ മൈ ലൈഫിലുണ്ടോ? ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. ഇതിലെ അവസ്ഥ അങ്ങനെയാണ്. എന്താണ് സംഗതി? അതിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ്. നാം ഇറങ്ങുക എന്നുള്ളതാണ്. ഒരാളോടും ഒരാളോടും മടിക്കാതെ പ്ലാൻ പറയാനും ഈ കാര്യങ്ങളെ കുറിച്ച് പറയാനും, ഒരു രോഗിയെ കാണുമ്പോൾ എൻ്റെ അടുത്ത് ഇതിന് പ്രൊഡക്റ്റ് ഉണ്ട്, മരുന്നുണ്ട്, മരുന്നെന്ന് പറയാൻ പാടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വായിലത് വരുമല്ലോ, ഉണ്ട് എന്ന് പറയാനും ഉള്ള ഒരു ചങ്കൂറ്റം നമുക്ക് ആദ്യം വേണം. ഒന്ന് അതാണ്. രണ്ടാമത്തത്, വലിയ പ്രതീക്ഷയും അതിനനുസരിച്ചുള്ള പ്രാർത്ഥനയും വേണം. മാത്രമല്ല അത് രണ്ടും പോരാ, പ്രവർത്തനം മുന്നിലുണ്ടാവും വേണം. അപ്പൊ പ്രതീക്ഷ വേണം, അതിനനുസരിച്ച് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനക്കും പ്രതീക്ഷക്കും അനുസരിച്ച് പ്രവർത്തനം നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ തന്നെ വിജയിക്കുള്ളൂ. അല്ലാത്തൊരാൾക്കും സംഗതി ഇത് സാധിക്കുമല്ലോ, വിജയിക്കണമെന്നില്ലല്ലോ. അപ്പൊ ലക്ഷ്യം വേണമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനും നമുക്ക് ഈ കാര്യം നേടിയെടുക്കാനും പറ്റുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് പറയാണ്. ഇവിടെ പഠനങ്ങൾ ആവശ്യമാണ്, ഇവിടെ മീറ്റിംഗ് ആവശ്യമാണ്. ഇതൊക്കെ നമുക്ക് ഇത് വിജയിക്കാൻ ആവശ്യമായ കുറച്ച് സംഗതികളാണ്. എന്നാൽ കൂടുതലും ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഞാനൊരു ചെറിയൊരു സ്ലൈഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്നും കേൾക്കാത്തതായിക്കോളന്നില്ല, മീറ്റിങ്ങുകളിൽ നിന്ന് കേട്ടത്, അതുപോലെ തന്നെ സൂമിൽ വന്ന സംഗതികൾ, ഇതൊക്കെ ഞാൻ ക്രോഡീകരിച്ച് ഒരു സ്ലൈഡാക്കി മാറ്റി ഞാനത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതൊരു ലൈഫാണ്, പൂട്ടണലുകൾ. ഇത് നമ്മുടെ ലൈഫാണ്. ഈ ലൈഫിനെ നമ്മൾ തുറക്കാൻ വേണ്ടി ഒരുപാട് താക്കോലുകളാണ് ഉപയോഗപ്പെടുത്തുക. ചിലർ ടാപ്പിങ്ങിന് പോകും, അതൊരു താക്കോലാണ്. ചിലർ അധ്യാപനത്തിന് പോകും, അതൊരു താക്കോലാണ്. ചിലർ കൂലിപ്പണിക്ക് പോകും, അത് താക്കോലാണ്. ഇങ്ങനെ ഒരുപാട് താക്കോലുകൾ വെച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ തുറക്കാൻ നോക്കുമ്പോൾ പരിപൂർണമായി തുറക്കാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്ന സാഹചര്യം ഈ കൂടി നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്. നമ്മളൊക്കെ സാധാരണക്കാരാണ്, എല്ലാവർക്കും ഉള്ള സംഗതിയാണ്. എന്നാൽ അതിന് യഥാർത്ഥ രൂപത്തിലുള്ള അല്ലെങ്കിൽ അതിനുമായി സജ്ജമാക്കിയ ഒരു താക്കോലിട്ട് തുറക്കുമ്പോൾ ആ ജീവിതം നമുക്ക്, അല്ലെങ്കിൽ ആ ലൈഫ് നമുക്ക് കറക്റ്റായ രൂപത്തിൽ തുറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അവിടെയാണ് സക്സസ്, വിജയം ഉണ്ടാവുക. അപ്പൊ ആ സക്സസിലേക്കുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പോയിന്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് വിരമിക്കാം. FSS എന്ന് പറയുമ്പോൾ ഒരു പരിപൂർണമായ FSS ഒന്നും അല്ല. ഞാൻ പറഞ്ഞുള്ള ചില പോയിന്റുകൾ മാത്രം എടുത്തു ഉദ്ധരിക്കുന്നു എന്ന് മാത്രം. ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്, അതാണ് FSS ഉദ്ദേശം. അറിയാലോ, ഇവിടെ വിജയിക്കാൻ വേണ്ടി ഒരുപാട് വഴികളുണ്ട്, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് താക്കോലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഡെയിലി വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിൽ ചെയ്യാം, ബിസിനസ് ചെയ്യാം. എന്നാൽ ഈ ബിസിനസ്സിലാണ് കൂടുതൽ വിജയം കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാലോ, ജോലി ചെയ്ത് സമ്പാദിച്ച ഒരാൾ സ്വാഭാവികമായിട്ട് വലിയ വിജയത്തിലേക്ക് എത്താൻ സാധ്യമല്ല, ജീവിച്ചു പോകാന്നല്ലാതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് മാന്മാരാണ് കാര്യമായിട്ട് എന്തെങ്കിലും നേടിയിട്ടുള്ളൂ എന്നുള്ളതാണ് കണക്ക് പറയുന്നത്. ഇപ്പോഴേ സാധാരണഗതിയിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചെയ്യാം, സാധാ കച്ചവടം ചെയ്യണമെങ്കിൽ ചെറിയൊരു കാര്യമല്ലല്ലോ, ഒരു സാധാരണ ഒരാളെ കൊണ്ട് സാധിക്കുന്ന കാര്യവുമല്ല. കാരണം ഒരുപാട് എക്സ്പീരിയൻസിന് ആവശ്യമാണ്, വലിയ എക്സ്പെൻസ് അതിന് മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വിജയിക്കാൻ പറ്റുന്ന നല്ലൊരു മേഖലയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വിത്തൗട്ട് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. സ്ഥല സൗകര്യങ്ങളോ അല്ലെങ്കിൽ വലിയ പണിക്കാരോ വലിയ മുതൽ മുടക്കോ ആവശ്യമില്ലാത്തൊരു ബിസിനസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതാണ് MI ലൈഫ്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന സിസ്റ്റം. അതിലെ ഒരു മൈ ലൈഫ് എന്ന കമ്പനിയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് MI ലൈഫ് വായിൽ വന്നത്. ഇവിടെ ഡയറക്ട് സെല്ലിംഗ് ആണ് ഉദ്ദേശിച്ചത്. ഇവിടെ നമുക്കറിയാം, ഈ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ടല്ലോ. നമുക്കറിയാം, ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് ഒരു കൺസ്യൂമറിലേക്ക് ഒരിക്കലും ഒരു സാധനം എത്തൂല എന്നുള്ള കാര്യം പക്കയാണ്. ആ കാര്യം നമുക്കൊക്കെ അറിയാലോ. അതൊരു എന്ത് ചെയ്യും, അതൊരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ വഴി, അതുപോലെ തന്നെ ഒരു ക്ലിയർ ആൻഡ് ഫോർവേഡ് ഏജന്റ് വഴി സോണൽ ഡിസ്ട്രിബ്യൂട്ടറിലേക്കും, അവിടെ നിന്നാണ് സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ, ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ, അതുപോലെ ഹോൾസെയിൽ ഡീലറിലേക്കും, അവിടെ നിന്ന് അങ്ങോട്ട് റീറ്റെയിൽ ഷോപ്പിലേക്കും വരുന്ന സംവിധാനമാണ് സാധാരണഗതിയിലുള്ളത്.
അതുകൊണ്ട് തന്നെ ഈ ഒരു ഇടപെട്ട എല്ലാവർക്കും അതിനൊരു വിഹിതം പോയിക്കൊണ്ടിരിക്കണം. അവസാനമാണ് കൺസ്യൂമറിലേക്ക് എത്തുന്നത്. ഈ കൺസ്യൂമറിലേക്ക് എത്തുന്നതിന്റെ മുന്നേ നമുക്ക് ഒരുപാട് കടമ്പ വേറെയും കിടക്കാനുണ്ട്. അതായത് അഡ്വർടൈസ്മെന്റ്, പരസ്യം. നാട്ടില് അറിയപ്പെട്ട സെലിബ്രിറ്റികളായ ആളുകൾ, മുതിർന്ന ആളുകൾ, അമിതാഭ് ബച്ചൻ പോലെ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ പോലെയുള്ള അറിയപ്പെടുന്ന സെലിബ്രിറ്റികളാണ് ഇതിൽ ഇടപെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 40 മുതൽ 60% വരെ, എന്ന് വെച്ചാൽ ഉണ്ടാക്കുന്ന അതിന്റെ ഒരു കോസ്റ്റ് ഏകദേശം 40% ഒതുങ്ങും. ബാക്കി വരുന്ന ഈ 60% വരെ സംഖ്യ കൊണ്ടുപോകുന്നത് ഈ ഇടനിലക്കാരും പരസ്യക്കാരുമാണ്. നമുക്കറിയാലോ, ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംഗതി കൂടിയാണ്. എന്നാൽ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റത്തിൽ അങ്ങനെയല്ല. ഇവിടെയും ഇതൊക്കെ തന്നെ ഉണ്ട് സംഗതി. ഈ പറയപ്പെടുന്ന സംഗതി, കച്ചവടം, സാധനം, ആള്, കൺസ്യൂമർ ഒക്കെ ഇവിടെയുണ്ട്. ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെ ഉണ്ടാക്കുന്ന ഫാക്ടറി ഒരു മാന്യമായ വില കൊടുത്ത് ആ ഫാക്ടറിയിൽ നിന്ന് ഒരു കമ്പനി ഏറ്റെടുക്കുന്നു. നമ്മളെ പോലെയുള്ള ഒരു കമ്പനി ഏറ്റെടുക്കുന്നു. ആ ഒരു കൺസ്യൂമറിലേക്ക് എത്തുന്ന രൂപം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഏറ്റെടുത്തതിന് ശേഷം ആ ഒരു കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടർ മുഖാന്തരം എത്തിക്കുകയാണ്. ഇവിടെ പരസ്യമുണ്ട്. നേരത്തെ പറഞ്ഞ പരസ്യം പോലെയുള്ള പരസ്യമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ മൗത്ത് അഡ്വർടൈസ്മെന്റ് ആണ്. അതായത് നമുക്ക് അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു പരസ്യം. നല്ല പേസ്റ്റ് ആണ് കേട്ടോ, ഞാൻ ഉപയോഗിച്ച് നോക്കി, എൻ്റെ പല്ലുവേദന മാറി, ലിവാഗൻ കഴിച്ചിട്ട് എൻ്റെ ഗ്യാസ് മാറി, തുടങ്ങിയുള്ള അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കുന്ന സിസ്റ്റം, അതാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണ് കൺസ്യൂമറിലേക്ക് ഇത് എത്തുന്നത്. അതായത് ഇടനിലക്കാരും പരസ്യക്കാർക്കും ഇവിടെ ഇല്ല, എന്നാൽ ഉണ്ട് എങ്ങനെ അനുഭവിച്ചാലും സത്യം പറയുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ നേരത്തെ പറയപ്പെട്ട 40 മുതൽ 60 ഈ 40% കഴിഞ്ഞിട്ട് ബാക്കി 60% ആ സംഖ്യ പോകുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ കമ്പനിയുടെ മെമ്പർമാരായിരിക്കുന്ന അല്ലെങ്കിൽ ഔദ്യോഗിക ഡീലർമാരായിരിക്കുന്ന ആളുകളിലേക്ക് ഇത് കൈകാര്യം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇത് വീതിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് ശരിക്കും ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റം. നമുക്കറിയാലോ, ഇതിന് കുറെ സിസ്റ്റങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സിസ്റ്റമാണ് പറയാൻ പോകുന്നത്. ഒന്ന്, ഇതിന്റെ ബേസിക് സിസ്റ്റങ്ങൾ. ഒന്ന്, ആദ്യമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാകുക എന്നുള്ള, ബൈ ദി പ്രൊഡക്റ്റ് നമ്മൾ കുറച്ച് വാങ്ങണം. നമ്മളെ കയ്യിൽ പല ആളുകളും ഇത് വാങ്ങാൻ പേടിയാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള ഒരു പേസ്റ്റോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അവർ അതിൽ നിന്ന് ഒരു പരീക്ഷണാർത്ഥം കുറച്ച് വാങ്ങി ഇങ്ങനെ ഇരിക്കും. അതല്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കുറച്ച് ക്യാഷ് മുടക്കാൻ തയ്യാറായി ഒരല്പം ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകുക എന്നുള്ള ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ, യൂസ് ദി പ്രൊഡക്റ്റ്. അത് നമ്മൾ ഉപയോഗിച്ച് നോക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് ലവ് ദി പ്രോഡക്റ്റ്. ഇത് ഇഷ്ടപ്പെടുക. ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടും. ഞാനൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്നതാണല്ലോ, അറിയാം. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അങ്ങനെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ, ഇത് സന്തോഷമാണ്, കുഴപ്പമില്ല, ഇത് തരക്കടില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയാം. ഇതാണ് ഇതിൽ 4 സ്റ്റെപ്പ്. വാങ്ങുക, ഉപയോഗിക്കുക, ഇഷ്ടപ്പെടുക, മറ്റുള്ളവരോട് പറയുക. ഈ 4 പ്രോസസ്സാണ് ഇത് കാര്യമായിട്ടുള്ളത്. അപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് സാധാ കച്ചവടമല്ല, അല്ലെങ്കിൽ സാധാ ജോലിയല്ല. ഇവിടെ കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്, ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യം പഠിക്കാനുണ്ടല്ലോ. സിസ്റ്റത്തിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് ലേണിംഗ്. ആദ്യമായിട്ട് നാം പഠിക്കണം, ഇതിനെക്കുറിച്ച് ശരിക്കും പഠിക്കണം. നമ്മൾ എന്തൊരു വിഷയത്തിൽ ഇറങ്ങണം ആ വിഷയത്തെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ടല്ലോ. ഇവിടെ അങ്ങനെ തന്നെ. പിന്നീട് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് സമ്പാദിക്കാനുള്ള വഴി കണ്ടെത്തുക. ഈ ഈ ലേണിങ്ങിലൂടെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ ഒരു മേഖല. അതിന് സിസ്റ്റം ഒരുപാടുണ്ട്. ആ സിസ്റ്റത്തിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ആ പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ട്. നമുക്ക് ആദ്യമായിട്ട് നോക്കാം, യൂട്യൂബിലൊക്കെ പഠിക്കാം, ലീഡർ പറഞ്ഞതിന്റെ കാര്യം എഴുതിയെടുത്തത് പഠിക്കാം, അങ്ങനെ പലരുണ്ട്. എന്നാൽ അതൊന്നുമല്ലാതെ ഇതിന് GTS എന്നൊരു സംവിധാനമുണ്ട്. അതായത് കമ്പനി ചില പോയിന്റുകളിലേക്ക് നമ്മൾ വിളിച്ച് അവിടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കമ്പനി പ്ലാൻ പ്രസന്റേഷൻ നടത്തുന്ന സിസ്റ്റമാണല്ലോ അത്, ഒരു സ്ഥലമാണല്ലോ അത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പോകാം. FSS ഉണ്ട്. അതുപോലെ തന്നെ വർക്ക് ഷോപ്പുകൾ നമുക്ക് പങ്കെടുക്കാം. അതുപോലെ തന്നെ ടീം മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ 1 ഡേ ട്രെയിനിങ്, അതുപോലെ 2 ഡേ RTP തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മുടെ ടീം നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇടപെടുമ്പോഴാണ് ഒരാൾക്ക് പരിപൂർണമായ ഒരു വിവരം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അറിവ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സംഗതി നാം മനസ്സിലാക്കി എടുക്കേണ്ടത്. പല ആളുകളും, ഇപ്പൊ ഞാനടക്കം, ഓരോ തിരക്കിന്റെ ഇടയിൽ കൂടെ ഇതിലൊന്നും ഇടപെടാൻ പറ്റൂല. ലീഡർ വിളിക്കുന്നുണ്ടാവും, നമുക്ക് GTSന് പോകല്ലേ, പോകാം, അടുത്ത ആഴ്ച പോകാം, ഇന്ന് എനിക്കൊരു കല്യാണമുണ്ട്, അത് പറ്റൂല. ഈ ഒരു അവസ്ഥ, വളരെ വലിയ പ്രാധാന്യം കുറഞ്ഞ സംഗതികൾ പോലും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ GTSൽ നിന്ന് ഒഴിവാകുന്ന സാഹചര്യം പൊതുവേ ഉണ്ട്. ഞാനടക്കം അങ്ങനെ എന്നോട് കൂടിയാണ് ഞാൻ പറയുന്നത്, ഒരാളെ കുറ്റപ്പെടുത്തല്ല. അപ്പൊ ഈ ഒരു അവസ്ഥ മാറിക്കൊണ്ട് ഈ പറയപ്പെട്ട 6 കാര്യങ്ങളിലൂടെ നമ്മൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട അവയർനെസ്സുകൾ നമുക്ക് വല്ലാതെ ലഭിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ പോലും 100% അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല.
അപ്പൊ അവിടെ പോയി ഇരുന്നിട്ട് കേട്ടു. അതിങ്ങനെ സംശയ ദൃഷ്ടിയെ നോക്കി കണ്ടാൽ നടക്കൂലല്ലോ. അപ്പൊ ഞാൻ ഒരാളെ വലിച്ചുകൊണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ആള് അദ്ദേഹത്തെ വലിച്ചുകൊണ്ടുപോയി ഞാൻ GTSിലൊക്കെ ഇരുത്തി ഒക്കെ ഫുള്ള് കേട്ട് മലപ്പുറത്താ കൊണ്ടുപോയത്. 1000 ആൾക്കാരുള്ള വലിയ വലിയ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയ സ്ഥാപനമല്ല, ഒരു ഹാളിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ഇരുത്തി ഫുള്ള് കേട്ട് പോകുന്നവര് എന്താ ബോധ്യമായി വെച്ചപ്പോ എന്നോട് പറയാ, ഇതൊക്കെ തന്നെയല്ലേ എല്ലാ കമ്പനിക്കാരും പറയാം. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു. ഇനി അയാൾക്ക് മനസ്സിലുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. കാരണം വെച്ചാൽ അത്രയും വേണ്ടപ്പെട്ട ആളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒന്നും നടക്കൂല എന്നുള്ളതാണ്. അപ്പോ പിന്നെ അത് മീറ്റിങ്ങുകൾ, നമുക്കറിയാം മീറ്റിങ്ങുകൾ ഓരോ ആഴ്ചത്തെ മീറ്റിങ്ങുകളും നമുക്ക് വളരെ പ്രധാനമാണ്. ഒരാഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത ശനിയാഴ്ച ആകുമ്പോഴേക്ക് ആ മീറ്റിങ്ങിന്റെ ചാർജ് ഇങ്ങനെ നമുക്ക് കുറഞ്ഞ് വീണ്ടും അടുത്ത ആഴ്ച ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് തന്നെ ചാർജ് ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അത് സ്ട്രീറ്റ് റേറ്റ് പോലെയാണെന്ന് പൊതുവെ പറയാറുണ്ടല്ലോ ലീഡേഴ്സ് ഒക്കെ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു അവസ്ഥ ഒരു കാര്യമായ രൂപത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് പ്രയാസങ്ങളുണ്ട്, കുറച്ച് സിസ്റ്റങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. നമുക്ക് പറയാം, ലോക ജനത 4 വിഭാഗമാണ്: എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ്, ബിസിനസ്മാൻമാർ, ഇൻവെസ്റ്റേഴ്സ്. ഇതിൽ ഒരു വിഭാഗത്തിന്റെ കയ്യിൽ 5% ക്യാഷ് ഉള്ളൂ. അവർ 95% ആള് വലിയ ഹ്യൂജ് ആളുകളാണ്, വിഭാഗമാണ്. മറ്റു ചെറിയൊരു വിഭാഗത്തിന്റെ കയ്യിൽ 95% പൈസയാണെന്നൊക്കെ പൊതുവെ നമ്മൾ GTSിൽ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ബഹുമാനപ്പെട്ട നമ്മൾ റോബർട്ട് കിയോസാക്കി പറയുന്ന കുറച്ച് വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ പറയാറുണ്ട്. എന്നാൽ ഈ സിസ്റ്റമൊക്കെ നമുക്ക് അറിയാം. എന്നാൽ ഇവിടെ വിജയിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് അറിഞ്ഞാലും നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറല്ല. കാര്യമായിട്ട് നമുക്ക് പേടിയാണെന്നുള്ളതാണ് ഒരു വിഷയം. അപ്പോ ഇവിടെ 4 കാര്യങ്ങൾ കൂടി ആവശ്യമുണ്ട്. അത് ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഗതി. രണ്ടാമത്തെ എക്സ്പീരിയൻസ്. 3 നോളജ്, പഠിക്കുക. അതുപോലെ ഈ റിസ്ക് ടേക്കിംഗ് അബിലിറ്റി, എന്തും ഏറ്റെടുക്കാനുള്ള അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് ഉണ്ടാവുമ്പോഴേ നമുക്ക് ഇവിടെ വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൂടി മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ഇനി സിസ്റ്റത്തിലെ മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡു ഫീൽഡ് വർക്ക്. ഫീൽഡ് വർക്ക് ഇല്ലാത്തവർക്ക് ആ വന്ന സ്ഥാനത്ത് ഇരിക്കാനേ പറ്റുള്ളൂ. അവർക്ക് അവിടുന്ന് പൊന്താനോ നീങ്ങാനോ സാധിക്കാത്ത സാഹചര്യം കാണാറുണ്ട്. അത് ഫീൽഡ് വർക്കിന് 3-4 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, റീറ്റെയിൽ ചെയ്യണം. നമ്മൾ ഒരു 5000 രൂപയ്ക്ക് സാധനം വാങ്ങി, ആ 5000 രൂപയ്ക്ക് സാധനം വാങ്ങി ലീഡർ പറഞ്ഞ സംഖ്യക്ക് എത്ര ചെയ്യാൻ സംഖ്യ വാങ്ങിയിട്ട് അത് വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ആവൂല എന്ന് നമുക്കറിയാലോ. അപ്പൊ റീറ്റെയിൽ ചെയ്യണം. ഈ റീറ്റെയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കൂടുതൽ അങ്ങനെ ഒരു ചോദ്യോത്തരം അതിൽ കയറ്റിറക്കം, റീപർച്ചേസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായി വിജയിക്കാൻ അവസരം കണ്ടെത്തുന്നുള്ളതാണ്. രണ്ടാമത്തെ റീപർച്ചേസ് ആണ്. മൂന്നാമത്തെ റീപർച്ചേസ് റിക്രൂട്ട്മെന്റ്. നാലാമത്തത് റീടെൻഷൻ. ഈ റീറ്റെയിൽ ചെയ്ത് ആളുകളിലേക്ക് കൂടുതൽ കച്ചവടം ചെയ്ത് ആളുകളെ ഉണ്ടാക്കിക്കൊണ്ട് സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകളിലേക്ക് പരിചയപ്പെടുത്തി അവർക്ക് വീണ്ടും ആവശ്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും സാധനങ്ങൾ റീപർച്ചേസ് എത്തിച്ചു കൊടുത്ത് അങ്ങനെ രണ്ടാമത് അവർക്ക് പിന്നെ രണ്ടാമതോ മൂന്നാമതോ അവർക്ക് വീണ്ടും ഈ റീപർച്ചേസ് രൂപത്തിലേക്ക് കൊടുക്കാതെ, സെയിൽ രൂപത്തിൽ കൊടുക്കാതെ അവർ ഐഡിയ അടിച്ചുകൊണ്ട് റിക്രൂട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിലൂടെ വീണ്ടും കച്ചവടം വ്യാപിക്കാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിക്കുക. പിന്നെ എന്ത് ചെയ്യുക? നാലാമത്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, അവരുടെ റീറ്റൻഷൻ നിലനിർത്തുക. അതിനാണ് നമുക്ക് പൊതുവെ കഴിയാതിരിക്കുക. ഇപ്പൊ ഈ 4 കാര്യം ഒന്നും വിശദീകരിക്കേണ്ട. അവിടെ റീറ്റെയിൽ ചെയ്യാന്ന് പറഞ്ഞ സ്വാഭാവികം ഞാൻ പറയല്ലോ. ഈ റീറ്റെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവെ ഈ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു കച്ചവടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് റീറ്റെയിലിംഗ്. ബ്ലഡ് ബ്രീത്ത് എന്നാ പറയുന്നത് ഈ ഒരു മേഖലക്ക് പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം. ഒരു 35,000-ന്റെയും 1,00,000-ന്റെയും ഇടയിൽ വരുന്ന സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിയമത്തിൽപ്പെട്ടതാണ്. എന്റെ കയ്യിൽ 1,4 ലക്ഷം രൂപയുടെ സാധനം ഉണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ വില മാറ്റം വന്നുകൊണ്ട് എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വലിയ വിലക്ക് വാങ്ങിയത് ചെറിയ വിലക്ക് കൊടുക്കേണ്ട അവസ്ഥ ഇനി വരുന്നുണ്ട് ഇവിടെ. അത് വേറെ വിഷയം. അപ്പോ അതോടുകൂടെ ഈ നാം ചെയ്യുന്ന ഈ മേഖല, സ്റ്റോക്ക് കുറവാണെങ്കിലും സ്റ്റോക്ക് കൂടുതലാണെങ്കിലും നാം ചെയ്യുന്ന ഈ മേഖല നമ്മൾ സാധാ ഒരു എന്താ പറയാ ഒരു കച്ചവടം, ഓപ്പറേറ്റ് യുവർ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലേക്ക് ട്രഡീഷണൽ ബിസിനസ്, സാധാ ട്രഡീഷണൽ ബിസിനസ് പോലെ നമ്മുടെ ഈ മേഖല നാം കൈകാര്യം ചെയ്യണം. അവിടെ ക്യാഷ് കൂടുതൽ ഇറക്കാത്തതുകൊണ്ട് സാധാ കച്ചവടം ചെയ്യുമ്പോൾ ഒരുപാട് സംഖ്യ നമുക്ക് വരുന്നുണ്ട്, ലക്ഷങ്ങൾ വരുന്നുണ്ട്. ഇവിടെ അത്ര ലക്ഷങ്ങൾ വരാത്തതുകൊണ്ട് നമുക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത്, പ്രത്യേകിച്ച് സാധാ ഒരു ബിസിനസ് നടത്തുന്ന പോലെ, ഒരു കച്ചവടം നടത്തുന്ന പോലെ ഇത് നോക്കിക്കാണുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യും വേണം. പിന്നെ വരുന്ന കസ്റ്റമർ കിങ് ആയിക്കൊണ്ട് കണ്ടുകൊണ്ട് നാം അവരോട് ഇടപെടണം. ഒരാളോട് ഒരു നിലക്കും നമ്മൾ നമ്മുടെ ദേഷ്യങ്ങളോ നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളോ കാണിക്കാതെ അറിയിക്കാതെ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു കഴിവ് നമുക്കും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, എസ്റ്റാബ്ലിഷ് ദി ബിസിനസ് ടു ദി നെയ്ബേഴ്സ്, റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്.
നമ്മളെ സുഹൃത്തുക്കളോടും നമ്മളെ അയൽവാസികളോടും നമ്മളെ വേണ്ടപ്പെട്ടവരോടും നമ്മളെ ബന്ധുക്കളോടും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവബോധം അവർക്ക് ലഭിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ അതിങ്ങനെ വിശദീകരിച്ചു കൊടുക്കണം. കൂടുതൽ വാചാലനാകുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവരുടെ പർച്ചേസിങ് ഹാബിറ്റ് മാറ്റുക. കാരണം അവരുടെ വീട്ടിലൊക്കെ പേസ്റ്റ് ഉപയോഗിക്കുന്നവരാണ്, അവരൊക്കെ കുളിക്കുന്നവരാണ്, അവരൊക്കെ സോപ്പ് തേക്കുന്നുണ്ട്, കുളി കഴിഞ്ഞിട്ട് എണ്ണ തേക്കുന്നുണ്ട്, ലോഷൻ തേക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ പർച്ചേസിങ് ഹാബിറ്റ് മാറ്റിയിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനൊരു ശ്രമം നമ്മൾ നടത്തുക എന്നുള്ളതാണ്. എന്നിട്ടോ ആ ഒരു ശ്രമം നടത്തിക്കൊണ്ട് അവർ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ചും ഇതിന്റെ റിസൾട്ടിനെ കുറിച്ചും ഒക്കെ കൂടുതൽ വളരെ എക്സൈറ്റ്മെന്റോടുകൂടെ അതുപോലെ ഇതിന്റെ റിസൾട്ടുകളെ കുറിച്ചൊക്കെ കൂടുതൽ അവരോട് വാചാലനാവുക. ഇങ്ങനെ സ്വാഭാവികമായിട്ടും വരുമ്പോൾ അവരെന്ത് ചെയ്യും, അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു ഒരു ടീമിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ സാധിക്കുന്നുള്ളതാണ്. രണ്ടാമത്തേത് റീപർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികം മറ്റു 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായിട്ട് യൂസ് യുവർ സെൽഫ് ഫസ്റ്റ്. ആദ്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക എന്നാ പറയുന്നത്. ഞാൻ എന്നോടാ പറയണത്, ഉപയോഗിക്കുക, നമ്മൾ ഉപയോഗിക്കാൻ ധൈര്യം. രണ്ടാമത്തത് പേടി ഒഴിവാക്കുക. ഇപ്പൊ ഒരു വീട്ടിലൊരു പനി, കുട്ടിക്ക് പനിച്ചു കഴിഞ്ഞാൽ കൊടുത്താൽ എന്താകുമോ, പോകുക ആശുപത്രിക്ക് എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ഓടുന്നതിന് പകരം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഉൽപ്പന്നം ഒന്ന് കൊടുക്കാൻ ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മൂന്നാമത്തത് പറഞ്ഞത് ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആദ്യം ആളുകളിലേക്ക് സെയിൽ ചെയ്യുക. റിസൾട്ടാണ് നാം സെയിൽ ചെയ്യേണ്ടത്. ആളുകളോട്, അയൽവാസികളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ വീട്ടുകാരാണ് എല്ലാവരോടും ഇതിന്റെ റിസൾട്ടുകളെ കുറിച്ച് വാചാലനാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെയിലാവും. അപ്പൊ അതുകൊണ്ട് ആദ്യം സെയിൽ ചെയ്യേണ്ടത് റിസൾട്ടാണ്, പിന്നെയാണ് പ്രൊഡക്റ്റ് വിൽക്കേണ്ടതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കാരണം കൂടുതൽ റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് കോൺഫിഡൻറ്റ് നമുക്കും ഉണ്ടാവുള്ളൂ, ഇത് വാങ്ങുന്ന ആൾക്കും സ്വാഭാവികം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് റിസൾട്ട് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നെഗറ്റീവുകൾ വന്നുകൊണ്ടിരിക്കും, നമുക്ക് വല്ലാതെ നോക്കണ്ട. കാരണം നെഗറ്റീവ് വന്നു കണ്ടും തളരുകയാണെന്നുണ്ടെങ്കിൽ തേക്ക് തളരേണ്ടി വരും. നമുക്കറിയാം, ഈ ചുട്ടിട്ടാണ് ഒരു തേക്കിന്റെ കുരു മുളപ്പിക്കുക. ചുട്ട തേക്കിന്റെ ആ കുരു ആ മുളക്കണ ആ ഒരു ഉഷാറ് ചുടാത്ത തേക്കിന്റെ വിത്തുണ്ടല്ലോ അത് ഉണ്ടാവില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. കൃഷിനെ പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ പറയാം. അപ്പൊ ഇതാണ് അവസ്ഥ. അടുത്തത് റിക്രൂട്ട്മെന്റ് ആണ്. ഈ റിക്രൂട്ട്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓപ്പർച്യൂണിറ്റിയാണ് വെക്കുന്നത്. കച്ചവടം സാധനം വിൽക്കല്ല. സ്വാഭാവികമായിട്ടും ഒരു പേസ്റ്റ് കൊടുക്കുമ്പോൾ ആ പേസ്റ്റ് അത് വിറ്റാൽ അത് കച്ചവടമാണ്. നേരെ വെച്ചാൽ ആ പേസ്റ്റ് ഐഡിയയിലുള്ള കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഓപ്പർച്യൂണിറ്റിയുടെ കച്ചവടമാണ്. അദ്ദേഹത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ വന്നവരിലൂടെ ഒരു ബിസിനസ് വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നാം ചെയ്യേണ്ടത്. പിന്നെ എല്ലാവരോടും പറയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മള് ഇത് എങ്ങനെ നാം അല്ലെങ്കിലും മറ്റൊരാളത് അവരോട് പറയും. അങ്ങനെ സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷൻ വരാൻ അവസരമുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ, ഞാൻ മുമ്പൊക്കെ പറഞ്ഞ ആളുകളൊക്കെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കാതെ അവര് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയ ആളുകളൊക്കെ പിന്നെ മറ്റൊരാളുടെ ഐഡിയ അടിച്ചുകൊണ്ട് കൂടെ കൂട്ടിയ സാഹചര്യമൊക്കെ എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. കാരണം അവരിഞ്ഞ് വരില്ലാന്ന് വിചാരിച്ച് തീരുമാനിച്ചു ഉറച്ചതായിരുന്നു ആ കാലത്ത്. പക്ഷെ അവർ പിന്നെ വന്നു. അത് എൻ്റെ ഒരു കുറവും കൂടിയാണ്. ഈ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി എല്ലാവരോടും നാം അവസരങ്ങൾ പറയാന്നുള്ളതിനെ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുക. ഈ റിക്രൂട്ട്മെന്റിലൂടെ പാസീവ് ഇൻകവും അതുപോലെ തന്നെ നോമിനേഷൻ ഫെസിലിറ്റി നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം റിക്രൂട്ട്മെന്റ് ആണ് ശരിക്കും ഇതിന്റെ റൂട്ട്. നമുക്കറിയാം, ഇവിടെ 2 മരങ്ങൾ ഞാൻ പറയാം. 2 മരങ്ങൾ. ആദ്യത്തെ മരത്തിന് തലഭാരം കുറച്ച് കുറവാണ്, പക്ഷെ അടിയിൽ കണ്ടോ വേര് കണ്ടമാനുണ്ട്. എന്നാൽ രണ്ടാമത്തെ പിക്ചറിന് തലഭാരം കുറച്ച് കൂടുതലാണ്, വേര് കുറവാണ്. ഈ താഴ്വേരാണെങ്കിലും മറ്റുള്ള വേരാളൊക്കെ കുറവാണ് ഇവിടെ. ഈ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് മറിയും. ഒരു നെഗറ്റീവ് എന്നാൽ നമ്മൾ തളരും എന്നർത്ഥം. അപ്പൊ നമ്മൾ വേണ്ടത് ആദ്യമായിട്ട് മാനസികമായിട്ടും അതുപോലെ തന്നെ പിന്നെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. മാത്രമല്ല നമുക്ക് റൂട്ട് ക്ലിയറിങ്, കുറച്ച് ആളുകളെ നമ്മളെ താഴെ നമ്മളെ കൂടെ വരുന്ന രൂപത്തിലേക്ക് നമ്മളതിനെ വർക്ക് ചെയ്ത് നമ്മളത് താഴ്വേര് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെറിയ നെഗറ്റീവ് വന്നാലും നമുക്കത് പിന്നെ മറിച്ചിടാൻ നമുക്ക് സ്വയം സാധിക്കുന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി എടുക്കണം. 4 റീറ്റേൺസിനെ നിലനിർത്തൽ, വന്ന ആളുകളെ നിലനിർത്താൻ. അതിന് അത് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിലുണ്ട്. അത് ഈ വന്ന ആൾ നിലനിൽക്കുമ്പോഴേ നമുക്ക് പാസീവ് ഇൻകം അത് നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ഒരു അവസ്ഥ ഇതിന് പിന്നിലുണ്ടല്ലോ. അത് ഒരു 4 ABCD പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ഒരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ പിന്നെ ഒരു വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം കൂടി. നമ്മളെല്ലാവരും എല്ലാ വിഷയത്തിലും എല്ലാ മീറ്റുകളും കേൾക്കുന്ന സംഗതി കൂടിയാണ്. അപ്പൊ അത് കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പറയുന്നേ ഉള്ളൂ. ഉദാഹരണം പറയാം. പിന്നെ ആറ്റിറ്റ്യൂഡ് ABC, 2 ബിലീഫ്, 3 കമ്മിറ്റ്മെന്റ്, 4 ഡ്യൂപ്ലിക്കേഷൻ. അതായത് നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും
നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. നാം അതിൽ നിന്ന് പോസിറ്റീവിന് എടുക്കാൻ നോക്കാം. ഏത് വിഷയം കാണുമ്പോഴും, ഇപ്പോൾ ഒരാൾ വീണ് ഒരു പരിക്ക് പറ്റി, മുട്ടുകാല് ഭയങ്കര ഒരു വലിയ മുറി വന്നു, അപ്പൊ നമുക്ക് അത് സമാധാനിക്കാൻ കഴിയണം. ഇതല്ലേ പറ്റിയിട്ടുള്ളൂ, പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ, കാല് എല്ല് പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് വലുതിലേക്ക് പോകാതെ അത് ചെറുതാക്കി കാണാനുള്ള അവസ്ഥ, അതിൽ പോസിറ്റീവ് കാണാൻ നാം തയ്യാറാണ്. അതുപോലെ തന്നെ വലിയ ചിന്ത, ഏതൊരു വിഷയത്തിലും പിന്നെ നല്ല ചിന്ത കൊടുത്ത്, വലിയ ചിന്ത കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ മുന്നേറാനുള്ള ഒരു ബോധം അല്ലെങ്കിൽ അത് ചിന്താഗതി നമുക്ക് ഉണ്ടായിരുന്നു. ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡും ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡും, അത് നമ്മൾ എന്ത് ചെയ്യുക, ഹൈ തിങ്കിങ്ങിലേക്ക് പോകുക എന്നുള്ള. മാത്രമല്ല, മറ്റൊരു വിഷയം പറയുന്നത് ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് നീങ്ങേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ പിന്നെ കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് അധികമാണ്. നമ്മളെന്റെ നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ്, വാങ്ങുന്ന ആളുകളാണ്. അപ്പൊ അത് വാങ്ങാൻ ആവശ്യമാണ്. ഒരു വീട്ടിലേക്കാണെങ്കിൽ ഒരു മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം വാങ്ങൽ അത്യാവശ്യം തന്നെയുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിൽക്കുന്നവരാകാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ആകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നാം പോകണം. നമ്മളെ ഓരോ ആറ്റിറ്റ്യൂഡുകളാണ് നമ്മളെ ഉയരങ്ങൾ നിശ്ചയിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. പിന്നെ മറ്റു കാര്യം പറയുന്നത് നല്ല നല്ല വായനകളാണ്. കൂടുതൽ വിഷയമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകൾ നേടണമെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുമ്പ് ഓരോ ക്ലാസ്സിൽ നേടിയെടുത്ത അറിവുകളാണെങ്കിലും അതൊക്കെ വീണ്ടും വീണ്ടും വായിച്ച് നമ്മളെ ആ ഒരു അവബോധം ഇതുമായി ബന്ധപ്പെട്ട് വർദ്ധിപ്പിക്കാനുള്ളൊരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാക്കണം. പിന്നെ നല്ല പോസിറ്റീവ് ആളുകളുമായി നാം എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. വിശ്വാസം, അടുത്ത വിശ്വാസം, ബിലീഫ്, വിശ്വാസം. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഫാമിലി ജീവിതത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങളിലാണെങ്കിലും ഒരു വിശ്വാസത്തിന് പുറത്താണ് ജീവിക്കുന്നത് നമ്മളൊക്കെ. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും അവൻ എന്നെ ഒന്നും ചെയ്യൂല, എന്നെ തോൽപ്പിക്കൂല എന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ അവരെ വഴി എപ്പോഴും കൂട്ടുപിടിച്ചു പോകുന്നത്. ഒരു ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അങ്ങനെയാണോ, പരസ്പരം എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ പരിപൂർണമായ അല്ല, ചെറിയൊരു എന്താ പറയാ, ഒരു വിശ്വാസക്കുറവ് ഉണ്ടെങ്കിൽ പോലും അതിൽ അഡ്ജസ്റ്റ്മെന്റിൽ പോവുക. അപ്പൊ വിശ്വാസം നിർബന്ധമാണ്. ഈ ആനയും ഒരാളും കണ്ടു, ഇത്ര വലിയ ആന, എത്ര ടൺ ഉണ്ടാവും ഒരു സാധനം, എന്നാൽ ആ ഒരു ചെറിയൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് ആ ആനയെ നിയന്ത്രിക്കുന്നത്. അതൊരു വിശ്വാസത്തിന്റെ പുറത്ത്. അപ്പൊ വിശ്വാസമാണ് നമുക്ക് എല്ലാ കാര്യത്തിലും വേണ്ടത്. ഇവിടെ കമ്പനിയെ കുറിച്ചുള്ള വിശ്വാസം വേണം, ലീഡറെ കുറിച്ച് വിശ്വാസം വേണം, പ്ലാനിനെ കുറിച്ച് വിശ്വാസം വേണം, പ്രത്യേകിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് വിശ്വാസം. ഈ വിശ്വാസം ഊട്ടിയർപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇത് ഒന്നുകൂടി നമുക്ക് ഇതിലൊരു കൂടുതൽ എന്താ പറയാ, അറിവുകൾ മാത്രമല്ല, നമുക്ക് ഇതിലൊരു ആത്മാർത്ഥത കൂടുമെന്നുള്ളത് കൂടി മനസ്സിലാക്കിയെടുക്കുക. പിന്നെ കമ്മിറ്റ്മെന്റ് ആണ്. കുറെ പറയാണ്ട് ഇവിടെ. നമുക്കറിയാം, വളരെ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഒരാൾ ഉംറക്കോ ഹജ്ജിന് പോയ ഒരാള് ക്യാഷും അദ്ദേഹത്തിന്റെ ആരോഗ്യം സമയം ചെലവഴിച്ചുകൊണ്ട് ഒരുപാട് അധ്വാനിച്ചുകൊണ്ട് അദ്ദേഹം ആ ഉയരത്തിൽ എത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്താ പറയാ, മനസ്സിന്റെ സന്തോഷമുണ്ട്. അപ്പോൾ വേദനകൾ, ഈ ഒരു അമ്മ കണ്ടോ, പ്രസവിക്കാൻ വേണ്ടി എത്ര പ്രയാസം എടുത്തിട്ടുണ്ടാവും. 9-10 മാസത്തോളം ആ ഉമ്മ വയറ്റിൽ കൊണ്ടു നടന്ന് അതിലൊക്കെ പ്രയാസങ്ങൾ ഒക്കെ സഹിച്ച് അവസാനം പ്രസവിക്കുമ്പോൾ ആ ഒരു വേദനയിലൂടെ വരുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ അതാണ് ഏതൊരു വേദനയുടെ പിന്നിലും ശേഷം നമുക്കൊരു സന്തോഷം വരാനുണ്ടെന്നിലേക്ക് ഒരു തെളിവ് കൂടിയാണ് ഇത്. അപ്പൊ പ്രതിബദ്ധതയാണ് നമുക്ക് വേണ്ടത്, നീട്ടിപ്പരത്തി പോകുന്നില്ല. അപ്പൊ ഇനി അത് മറ്റൊരു കാര്യം, സിസ്റ്റത്തിലൂടെ തന്നെ പോകണമെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. ആ സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ ഒരു 4-5 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ആവർത്തനങ്ങളാണ്, അത് ഒഴിവാക്കി പോവുകയാണ്. ഇനി അടുത്ത ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഈ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിവുണ്ട്, എന്നാൽ നമ്മളെ അറിവ് വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഒരുപാട് പഠിച്ചവരായിരിക്കാം, വിദ്യാഭ്യാസം നല്ലോണമുള്ള ആളുകളായിരിക്കാം. പക്ഷെ എന്താണെങ്കിലും ഇവിടെ വരുമ്പോൾ നമ്മൾ ശിശുക്കളാണ്. ഇവിടെ ലീഡർ എന്ത് ചെയ്തു, നമ്മൾ വിജയിച്ച ഒരു ലീഡർ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നത്, അത് പ്രകാരം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരു സൈക്ലിംഗ് ആണ് ഈ കാണിക്കുന്നത്, ഒരു പൂമ്പാറ്റയുടെ. ഇതിങ്ങനെ സ്ഥിരമാറ്റി തന്നെ നടക്കുന്ന വർഷങ്ങളായിട്ട്. അത് മാറ്റം വരുത്തുക, ഇത് മാറ്റം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുമ്പോൾ വേറെ കോലത്തിലേക്ക് ആവൂലേ. അപ്പൊ ഈ ഒരു സിസ്റ്റം നമ്മൾ ഈ സിസ്റ്റം ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ ഇതിലൂടെ വിജയിച്ച ലീഡർ എന്ത് ചെയ്തു, ആ ഒരു കാര്യത്തെ നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിജയിക്കും. അതിലൂടെ നമുക്ക് വിജയങ്ങളും നേട്ടങ്ങളും കൊയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഒരു 10 ആൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരാൾ വളരും. കണ്ടോ, എല്ലാവരും വളർന്നോളുന്നില്ല. അപ്പൊ വളർന്ന ആളുകൾ പിന്നെ ലീഡറായിട്ട് പോകും. അവർ മുന്നിൽ നിന്ന് നയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോ എല്ലാവരും ഒരേമാതിരി വളരൂല. ഒരു 50 ആൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ 50 ആൾ ലീഡറാകാൻ സാധ്യതയില്ലല്ലോ. അവരുടെ ആത്മാർത്ഥതയും അവരുടെ പ്രതിബദ്ധതയും അവരുടെ പ്രവർത്തനവും എങ്ങനെയുണ്ട്, അതിനനുസരിച്ചാണ് അവര് വളർന്നു വരിക. ഇപ്പൊ എന്നെ കൊണ്ടുവന്ന ലീഡർ ഇപ്പൊ ZTC ആയിട്ടുള്ള ഇപ്പോഴും എന്നെ കൊണ്ടുവന്നില്ല. പക്ഷെ അദ്ദേഹം ഒഴിവില്ലാത്ത വിഷയമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന സമയം, അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹത്തിന് എല്ലാം കണക്കിലാക്കിക്കൊണ്ടാണ് ഒരാൾ ലീഡർ ആകുന്നതെന്ന് നാം മനസ്സിലാകും. അപ്പൊ ലീഡർ ആയിക്കഴിഞ്ഞാൽ പിന്നെ മുന്നിൽ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കണം.
പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ടീമിൽ ഇതിന്റെ സിസ്റ്റത്തിലെ മറ്റൊരു കാര്യമാണ് ടീമിലുള്ള വിള്ളിച്ചകളും അകൽച്ചകളൊക്കെ പറഞ്ഞ് പരസ്പരം ഒത്തൊരുമിച്ച് അതിങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകണം. അതിന് കഴിവ് ലീഡർക്ക് ഉണ്ടാവുകയാണ്. ആ ടീമിന്റെ സെറ്റപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്ക് നിർബന്ധവുമാണ്. പിന്നെ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ വേണം, ചർച്ചകൾ ആവശ്യമാണ്. ഓരോ വിഷയത്തിലും നല്ല ജാഗ്രത വേണം. എപ്പോഴും ടീമിലെ നല്ല അത്യാവശ്യമാണ്. സഹായ മനസ്കര പരസ്പരം സഹായം ഒരു മനസ്കത സഹായ മനസ്കത നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല നല്ല ഒത്തൊരുമയും ആവശ്യമാണ്. ഇതിനൊക്കെ ഉറുമ്പിനെയാണ് ഞാൻ ഉദാഹരിച്ചത്. കാരണം ഉറുമ്പിന്റെ കാര്യത്തിൽ വല്ലാത്തൊരു അത്ഭുതമുണ്ട്. കൂടുതൽ പഠിക്കാന്നുണ്ടല്ലോ. ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോ ഒരു ഉറുമ്പിന്റെ കൂട്ടം, ഒരു ബിസ്ക്കറ്റ് ഇത്ര വലിപ്പമുണ്ട്. അവരുടെ ആ ഒരു വലിപ്പവും ഈ ബിസ്ക്കറ്റിന്റെ വലിപ്പം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും പാടെ ഒരുമിച്ച് കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുപോയി ഏതൊരു വലിയ സംഗതിയും കൊണ്ടുപോകാൻ സാധിക്കുന്നതിൽ വലിയ തെളിവാണ് അവർ തരുന്നത്. അവർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ലീഡറാണ്. മുകളിലുള്ള ലീഡർമാർ 2-3 ആള്, അതുപോലെ തന്നെ പുറത്തൊക്കെ ഉണ്ട് ഈ ഒരു അവസ്ഥ. അപ്പൊ നമ്മളെ മുന്നിൽ നയിക്കുന്ന ലീഡർമാര് നമ്മളെ ഏത് രൂപത്തിലാണോ നമ്മൾ നയിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിജയങ്ങൾ ഉണ്ടാവും. അവനെന്നെ പറയാൻ ആരാ, അല്ലെങ്കിൽ അവനെന്നെ നിയന്ത്രിക്കാൻ ആരാ എന്നുള്ള ചിന്താഗതി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കീഴ്പോട്ടായിരിക്കും. അപ്പൊ നമ്മൾ പരിപൂർണമായിട്ട് ലീഡർ സപ്പോർട്ട് ചെയ്യുക, വിജയിച്ചു വരുന്ന ലീഡർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പിടുത്തമില്ലെങ്കിൽ നാം എന്തൊക്കെയോ എവിടേക്കോ ആയിത്തീരും എന്നുള്ളതാണ്. ഈ ഒരു പട്ടത്തിലെ നൂല് കണ്ടോ, ഈ സൈഡിലൂടെ പോകുന്ന നൂല്, ആ നൂലാണ് ശരിക്കും പിടുത്തം. ആ പിടുത്തം ഉള്ള ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു പട്ടം, അത് എപ്പോഴും അത് കറക്റ്റ് ദിശയിലൂടെ കറക്റ്റ് രൂപത്തിൽ പറന്നുകൊണ്ടിരിക്കും. എന്നാൽ ആ ഒരു നൂല് പൊട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ എവിടെയാണ് കൂപ്പുകുത്തി താഴെ വീഴുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു ലീഡർ പിടുത്തമില്ലെങ്കിൽ അത് നമ്മുടെ അവസ്ഥ. ഇതില് അവസ്ഥ എന്ന് ഉദ്ദേശിച്ച് മൈലൈഫുമായി ബന്ധപ്പെട്ട് ഈ വിശേഷവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയേണ്ടത്. അപ്പൊ അതിൽ നമുക്ക് എവിടെ എത്താൻ പറ്റാത്തൊരവസ്ഥ വരും എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ ഒഴിവാക്കി പോവാം ഒരുപാട് സമയം. അപ്പൊ എന്താണെങ്കിലും ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് നമ്മള് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വിജയിക്കാൻ നമുക്ക് ആവശ്യമായ ഒരുപാട് മേഖലകൾ നമുക്ക് കണ്ടെത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പൊ നോക്കാം, ഇവിടെ ഗവൺമെന്റ് സപ്പോർട്ടുള്ള ഒരു മേഖലയാണ്. മാത്രമല്ല ഒരുപാട് യൂണിയൻ സപ്പോർട്ടുള്ള, ISO സർട്ടിഫിക്കറ്റ് പ്ലാനുള്ള, അതുപോലെ 25-ലധികം ആയുഷ് സർട്ടിഫിക്കറ്റഡ് പ്രൊഡക്റ്റുകളുള്ള, അതുപോലെ തന്നെ ഒരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത പ്രൊഡക്റ്റുകളുള്ള, ലാക്ക് ഓഫ് റിസൾട്ട്, കണ്ടമാനം റിസൾട്ടുകളുള്ള, കണ്ടമാനം അച്ചീവേഴ്സ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആയിരിക്കുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മളൊക്കെ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ വക്താക്കളാണ് നമ്മളൊക്കെ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലീഡർഷിപ്പിലേക്ക് ഉയരാനുള്ള ആളുകളാണ് നമ്മളൊക്കെ. നേട്ടങ്ങളും കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ആളുകളാണ് നമ്മളൊക്കെ. അതിലൊക്കെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ കമ്പനിയുടെ പേര് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ കമ്പനി വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഒന്ന് നോമിനേഷൻ ഫെസിലിറ്റിയാണ്. അതായത് നമുക്കൊക്കെ സാധാരണ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാള്, ഒരു അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ നല്ലൊരു ബസ് ഡ്രൈവർ, അല്ലെങ്കിൽ നല്ലൊരു വക്കീല്, നല്ലൊരു ഡോക്ടർ, ആരാണെങ്കിലും സ്വന്തമായി കൈകാര്യം ചെയ്യുന്ന ആരാണെങ്കിലും അവരില്ലാതായി കഴിഞ്ഞാൽ നാളെ അവരുടെ കുടുംബത്തിന്റെ കാര്യം പ്രയാസമായിരിക്കും. അവരുടെ സാമ്പത്തികത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ എന്താണ്, സ്വാഭാവികമായിട്ടും 80% 90% ആളുകളും സാധാരണക്കാരനായതുകൊണ്ട് അവർക്ക് നാളെ എന്താണെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. എന്നാൽ പിന്നെ ഇവിടെ അങ്ങനല്ല. ഇവിടെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വരുമാനം അത് നമ്മുടെ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് നോമിനിയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയെടുക്കുക. മാത്രമല്ല ഒരു TC ആയ ഒരാള്, അദ്ദേഹത്തിന്റെ ഒരു 2 ഭാഗത്ത് 2.5 ലക്ഷം ബിസിനസ്, മൊത്തം 5 ലക്ഷത്തിന്റെ ബിസിനസ് കമ്പനിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പിന്നെ എന്താ 3 ലക്ഷത്തിന് ഫ്രീ ഇൻഷുറൻസ് പോളിസി അദ്ദേഹത്തിന് കമ്പനി നൽകുന്നുണ്ട്. നമ്മളതിനൊന്നും അടക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 ഭാഗത്തും 2.5 ലക്ഷം ബിസിനസ് കടക്കണമെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് താക്കോലുകൾ നമ്മൾ ജീവിതം നന്നാക്കാൻ വേണ്ടി, ജീവിതം എന്ന ലൈഫ് തുറക്കാൻ വേണ്ടി ഒരുപാട് താക്കോലിട്ട് തുറക്കാൻ നോക്കിയിട്ടും തുറക്കാത്ത ആളുകൾക്ക് തുറക്കുന്ന നല്ലൊരു യഥാർത്ഥ താക്കോലാണ് നമ്മുടെ മൈ ലൈഫ് എന്നുള്ള കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ അവസാനിക്കുകയാണ്. അതോടുകൂടെ എൻ്റെ 1-2 അച്ചീവ്മെന്റ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അതായത് ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ 4 വർഷമായി കമ്പനിയിലേക്ക് വന്നിട്ട് 4 വർഷത്തിൽ ഒരുപാട് നേട്ടങ്ങൾ എന്നെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നാമത്തത്
ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് ഹെൽത്ത് കൊണ്ടും വെൽത്ത് കൊണ്ടും. എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ എൻ്റെ അയൽവാസികളാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ഒരുപാട് ആളുകൾക്ക് പല രോഗങ്ങളും പ്രയാസങ്ങളും പറയുന്ന ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് ഒരുപാട് റിസൾട്ടുകൾ നേടിയിട്ടുണ്ട്. ഏകദേശം TC ആകുമ്പോൾ ഞാൻ ഒറ്റക്കാണ് കൈകാര്യം ചെയ്തത്, ഒറ്റക്ക് TC ആയ ആളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് റിസൾട്ടുകൾ എനിക്ക് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തത് മാത്രമല്ല, അതിന് മുന്നേ ഒന്നുകൂടി പറയാനുണ്ട്. ഏകദേശം ഒരു 700-ലധികം ആളുകളിലേക്ക് ചെറുതും വലുതുമായി ചെറിയ സംഖ്യയെങ്കിലും അവരുടെ അക്കൗണ്ടിലേക്ക് വരുത്താൻ എന്നാൽ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അതിന് കാരണമായി എന്ന് കൂടി എനിക്കൊരു ചാരിതാർത്ഥ്യമുണ്ട്. രണ്ടാമത് ഹെൽത്ത് ഓഫ് മൈ ഫാമിലി, എൻ്റെ വീട്ടിലുള്ള ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങളുടെ ആരോഗ്യം. ഇപ്പൊ ഈ സംസാരിക്കുന്ന ഞാനൊക്കെ ഏകദേശം പിന്നെ ഒരു 1998 മുതൽ 97-98 കാലം മുതൽ ഞാൻ ഗ്യാസിന് മരുന്ന് പിടിക്കുന്ന ആളായിരുന്നു. കാരണം 18 രൂപ വിലയുള്ള ഗ്യാസിന്റെ ഗുളിക 2 നേരം കഴിച്ചിരുന്ന ആളാണ്. കോഴിക്കോട് മലബാർ മിംസിത്തെ ഒരു ഡോക്ടർ ഉണ്ട്, പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ചികിത്സയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ പോയിരുന്ന ഒരാള് മരുന്ന് കുടിക്കുമ്പോൾ സുഖം ഉണ്ടാവും, കുടി നിർത്തിയാൽ പിന്നെ വീണ്ടും പോയ അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നെ ഡോക്ടർമാരങ്ങനെ മാറി മാറി പോയി കണ്ട് ഇങ്ങനെ ചികിത്സിക്കുന്ന നടക്കുന്ന ഒരാളായിരുന്നു. സ്വാഭാവികമായിട്ടും മൈ ലൈഫിൽ വന്നതിന് ശേഷം നമ്മുടെ ഇമ്മ്യൂണിറ്റി ലിവാഗിനൊക്കെ കഴിച്ച് അൽഹംദുലില്ലാഹ് ഇപ്പോൾ എനിക്കൊരു ഗ്യാസിന്റെ ബുദ്ധിമുട്ടില്ല. ഓരോ ദിവസം രാവിലെ കോഴിമുട്ട, കട്ടൻ ചായന്റെ ഒപ്പം 2 കോഴിമുട്ടയാണ് കഴിക്കാറ്. ഇങ്ങനെ എല്ലാ ദിവസവും. ഇന്നിപ്പോ കഴിക്കാൻ കൂടിയില്ല, അന്ന് ക്ലാസ്സിൽ ഇരുന്നോണ്ട് കൂടിയില്ല. എല്ലാ പരിപ്പോടെ കഴിക്കാറുണ്ട്, ഇറച്ചിയും പുള്ളിയും കഴിക്കാറുണ്ട്, ബിരിയാണി തിന്നാറുണ്ട്. ഒരു കുഴപ്പം എനിക്ക് ഇപ്പം ഉണ്ടാവാറില്ല. ഗ്യാസിന് ഗുളിക സ്ഥിരമായിട്ട് കഴിക്കാറില്ല. ഇപ്പൊ നമ്മളെ മൈലേപ്പന്റെ ഈ ഉൽപ്പന്നവും സ്ഥിരം കഴിക്കുന്നില്ല. അപ്പൊ ലിവാഗിന് മാത്രം പൊട്ടിച്ച് എപ്പോഴും കഴിക്കുന്നല്ലാതെ മറ്റു റെഗുലർ ആയിട്ട് കഴിച്ചത് 3 മാസം കറക്റ്റ് ആയിട്ട് കഴിച്ചുകൊണ്ട് നിർത്തിയതാണ്. ഞാൻ ഉമർസ്ഥാനോട് ഇങ്ങനെ പറയും, ഉസ്താദ് സുഖമില്ലല്ലോ, ശരിയാണില്ലല്ലോ, ഇതാ മാറാത്ത്. അപ്പൊ നിങ്ങളിത് കഴിക്കുന്ന ഞങ്ങളെ ഒരു 3 മാസം കറക്റ്റ് ആയിട്ട് കഴിക്കും എന്നിട്ട് പറയാന്ന് പറഞ്ഞിട്ട് അന്ന് ഇവിടെ തുടക്കത്തിലൊക്കെ ഞാൻ അനുഭവമുണ്ട്. പിന്നെ ഉമ്മാന്റെ അസുഖങ്ങള്, വൈഫിൻ്റെത്, കുട്ടികളുടെ, ഇത് എല്ലാ കാര്യത്തും മൈ ലൈഫിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഇവിടെ മേശപ്പുറത്ത് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ പൊട്ടിച്ച് വെച്ചതാണ്. ഇതൊക്കെ ഒരുപാട് ഞാൻ എന്റെ ബ്ലറാണ്, കാണുമെന്നറിയില്ല. ഒരുപാട് സംഗതികൾ വീട്ടിൽ കാണിച്ചു തരാം, കാണുന്നുണ്ടോ? ഇതൊക്കെ പൊട്ടിച്ച് വെച്ചാൽ വീട്ടില് പ്രോഡക്റ്റുകൾ കണ്ടമാനം സ്റ്റോക്ക് ഉണ്ട്. ബ്ലറാണ്, കാണുമെന്നറിയില്ല ദൂരത്തേക്ക്. ഇപ്പൊ ഈ അവസ്ഥയാണ്. ഇപ്പൊ ഞാൻ ചുരുക്കി പറയാൻ നീട്ടി പരത്തി പോകുന്നില്ല. അടുത്തത് അച്ചീവ്മെന്റ് മറ്റൊന്ന്, ഇത് വന്ന ഉടനെ ഞാൻ എൻ്റെ ഫോണൊന്ന് മാറ്റി. ആ ഫോണിന് എപ്പോഴും എൻ്റെ കയ്യിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ അതാണ്. അന്ന് 41,000 രൂപ വിലയുള്ള നല്ലൊരു ഫോൺ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അപ്പൊ അത് ഫസ്റ്റ് അച്ചീവ്മെന്റ് അത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലാപ്പ് വാങ്ങി. അത് 2023 ജൂൺ മാസത്തിലാണ് അത് വാങ്ങുന്നത്. ഒരു പ്രൊജക്ടർ ഞാൻ വാങ്ങി. കിട്ടിയ കാശൊക്കെ അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ വാങ്ങി ഒരു ആഗ്രഹങ്ങളാണോ. അപ്പോ അതൊക്കെ വാങ്ങി വെച്ചു. പിന്നെ ഇപ്പൊ എൻ്റെ കയ്യിലുള്ള വാച്ച്, ഈ റാഡോ അസ്ലി വാച്ച്, അത് വാങ്ങാൻ സാധിച്ചു. ഏകദേശം 1.5 ലക്ഷം രൂപ വില വരുന്ന വാച്ച് ഞാൻ അൽഹംദുലില്ലാഹ് വാങ്ങിയത്. എൻ്റെ കയ്യിൽ മുമ്പ് റാഡോ വാച്ച് തന്നെയായിരുന്നു, അത് മാറ്റി പുതിയതാക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് സാധിച്ചു. പിന്നെ മാത്രമല്ല, ഈ കഴിഞ്ഞ 2024 മാർച്ച് 8-ാം തീയതി ഒരു വണ്ടി എടുക്കാൻ സാധിച്ചു എനിക്ക്. പിന്നെ സ്വിഫ്റ്റ്, എൻ്റെ ഒരു ഇഷ്ടവാഹനമാണ് സ്വിഫ്റ്റ്. മുമ്പേ ഈ സ്വിഫ്റ്റിനോടൊക്കെ ഒരു കമ്പുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു വണ്ടി വാങ്ങാൻ എന്നോട് സാധിച്ചു. ബഹുമാനപ്പെട്ട ഉമർ സാദും ബിജു സാറും ഒക്കെ വന്ന്, ഷാഹിർ സാറൊക്കെ വന്നുകൊണ്ടത് എനിക്ക് കൈമാറ്റം ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു വണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കെ തന്നെ ഞാൻ ഒരു സ്കൂട്ടിയും പിന്നെ വാങ്ങാനും ശ്രമിച്ചു. ഒക്കെ KL 71 എല്ലിൽ 2 വണ്ടിയാണ് പെരയിൽ ഇപ്പോൾ. അപ്പൊ ഈ ഒരു അവസ്ഥ. ഇതിപ്പോ ചോദിച്ചാൽ STC ആരാൾക്ക് ഇത്രയൊക്കെ വാങ്ങാൻ നമ്മളെ കിട്ടുമോ എന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല. നമ്മൾ കയ്യിലുള്ള ക്യാഷ് കൊണ്ട്, നമ്മൾ നേടിയെടുത്ത ക്യാഷ് കൊണ്ട്, നമുക്ക് കമ്പനിയിൽ വന്ന ക്യാഷ് കൊണ്ട് കുറച്ച് വാങ്ങാനൊക്കെ സാധിച്ചു എന്നല്ല. 2,32,000 രൂപ അക്കൗണ്ടിൽ ഉണ്ട് ഇനി. അതും വണ്ടി വിറ്റ പൈസയും കൂട്ടി കൊടുത്തിട്ട് കാറിലിറക്കി ബാക്കിയുള്ള അടവ് മെയിൻ്റനൻസും കാര്യങ്ങൾ ചെയ്തു പോണ്ടേ. അത് മൈ ലൈഫിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും 17,000 രൂപയ്ക്ക് മാസം അടവുണ്ട് വണ്ടിന്റെ, 2 വണ്ടിന്റെയും കൂടി. അത് 5-ാം തീയതി ആകുമ്പോൾ 5-ാം തീയതി ആകുമ്പോഴേക്കും അത് അറിയാതെ അക്കൗണ്ടിൽ നിന്ന് പോകുക എന്നല്ലാതെ ഞാൻ ഇനി നാളെ എന്താണ് അടവിന് കാട്ടണമെന്ന് ഇതുവരെ ആലോചിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പൊ എൻ്റെ ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ളത്, തുടക്കക്കാരായ ആളുകളോട് പറയാനുള്ളത്, എനിക്കന്നെ കൂടുതൽ സംസാരത്തിൽ ഒരു ശീലമില്ലാത്ത ഒരാളായതുകൊണ്ട് വാക്കിൽ പിഴവുകളും അതുപോലെ പിന്നെ എന്താ പറയാ ഒക്കെ വരാൻ സാധ്യത വന്നിട്ടുണ്ടാവും. ഒക്കെ ക്ഷമിക്കുക. പറയാനുള്ള ഇത്രയേ ഉള്ളൂ. എന്ത് ആര് പറഞ്ഞു നോക്കണ്ട, എന്ത് പറഞ്ഞു നോക്കിക്കൊണ്ട് നമുക്കിതിന് വല്ലതും എടുക്കാനുണ്ടെങ്കിൽ അത് എടുക്കാം. ഇത് നല്ലൊരു മേഖലയാണ്. നമുക്ക് പിടിച്ച കൊമ്പ് പുളിങ്കൊമ്പ് തന്നെയാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. എല്ലാവർക്കും വലിയ വിജയം കൊണ്ടാട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. കൂടുതലൊന്നും സംസാരിക്കുന്ന പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും പാകപ്പിഴ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കും എന്ന പ്രതീക്ഷയോടുകൂടെ നിർത്തുന്നു. ഓക്കെ, ജയ് ഹിന്ദ്, ജയ് മര്യാദ. താങ്ക് യു ആൾ.